അടുത്ത എഡിറ്റോറിയൽ എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന ചാലഞ്ചസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, അപ്പം വിത്ത് റെസ്പെക്ട് ടു ഗ്ലോബൽ ഓർഡർ എ ഫ്രെയിങ് അറൌണ്ട് മെനി എഡ്ജസ്. സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്നത്തെ ഒരു സിനേരിയോ എന്ന് പറയുമ്പം പ്രസന്റ്ലി 2 വാറുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇതിന് കുറച്ച് മുൻപ് കോവിഡ് സിനേരിയോ വന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ഗ്ലോബലി എല്ലാ രാജ്യങ്ങളെയും ഒരുപോലെ എഫക്റ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ വന്നിട്ടും ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആയിട്ടുള്ള യുണൈറ്റഡ് നേഷൻസിന് കാര്യമായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് ഒരു രീതിയിലുള്ള ഒരു ഇന്റർവെൻഷനും നടത്താനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ എടുത്തു കാണിക്കുന്നത്. യുണൈറ്റഡ് നേഷൻസിന് മാത്രമല്ല ഫിനാൻഷ്യൽ ബോഡീസ് ആയിട്ടുള്ള IMF അതുപോലെ തന്നെ വേൾഡ് ബാങ്ക് ഇതിന്റെ ഫംഗ്ഷൻസിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു എഡിറ്റോറിയലാണിത്. ഓക്കെ, അപ്പം ഇന്നത്തെ കറന്റ് ഗ്ലോബൽ ഓർഡർ ഇവിടെ ഒരു പീസ് ആൻഡ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇവിടെ ഇന്നത്തെ ഈ ഒരു ഓർഗനൈസേഷന് സാധിക്കുന്നില്ല. അപ്പം അവിടെ വലിയ രീതിയിലുള്ളൊരു എന്താ പറയുക റിഫോംസ് കൊണ്ടുവന്നാൽ മാത്രമാണ് ഇതിന് പറ്റുള്ളൂ. കാരണം അതിൻ്റെ സ്ട്രക്ചറലി കുറേ അധികം റിഫോംസ് ഈ ഒരു യുണൈറ്റഡ് നേഷൻസിൻ്റെ ഓർഗനൈസേഷൻ UNOയിലും ആവശ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഓദർ ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ, ഈ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇന്ത്യ പല വർഷങ്ങളായിട്ട് പല ഡിക്കേഡ്സ് ആയിട്ട് ഉയർത്തിക്കാണിക്കുന്ന ഒരു ആവശ്യമാണ്. UNSC പോലുള്ള ഓർഗനൈസേഷൻസിൽ അല്ലെങ്കിൽ IMF വേൾഡ് ബാങ്ക് ഇവിടങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള സ്ട്രക്ചറൽ റിഫോംസ് കൊണ്ടുവരണം എന്നുള്ളത്, വെസ്റ്റേൺ നേഷൻസിന്റെ ഡോമിനൻസ് അവിടെ റെഡ്യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഓക്കെ, ഇപ്പം ഈ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള ഒരു എന്താ പറയുക വേ ഫോർവേഡ് എന്താണ് എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ UNO ഈ ഒരു ബോഡിയുടെ ഒറിജിനാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോഡി എന്തിനു വേണ്ടിയിട്ടായിരുന്നു ക്രിയേറ്റ് ചെയ്തത്, എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്തത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഐറണി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, എന്തുകൊണ്ടാണ് UN നേഷൻസിന് ഇപ്പം ഒന്നും അവർക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കാത്തത്, അവർ എന്തിനു വേണ്ടിയായിരുന്നു എസ്റ്റാബ്ലിഷ് ചെയ്തത്, ആ ഒരു ഒബ്ജക്റ്റീവ് കൂടി അവർക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം ആ ഒരു ഐറോണിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവണമെങ്കിൽ അവരുടെ ഒറിജിൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം അതിനു മുൻപ് ഏറ്റവും ആദ്യം നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം യുണൈറ്റഡ് നേഷൻസിന്റെ പ്രീഡിസിസർ എന്നറിയപ്പെടുന്നത് ദ ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ബോഡി ആയിരുന്നു. ആഫ്റ്റർ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ട്രീറ്റി ഓഫ് വെർസൈൽസ് പാരീസിൽ വെച്ച് സൈൻ ചെയ്തിട്ടുള്ള ട്രീറ്റിയാണ്. ആ ഒരു ട്രീറ്റിക്ക് ശേഷം എന്ത് ചെയ്യുന്നു, ലീഗ് ഓഫ് നേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷെ ലീഗ് ഓഫ് നേഷൻസ് അതിൻ്റെ കൃത്യമല്ലായിരുന്നു, അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ഇനിയൊരു വേൾഡ് വാർ വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഒരു ബോഡി ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ അത് കംപ്ലീറ്റ് ഒരു ഫെയിലിയർ ആണ്. കാരണം അങ്ങനെയാണ് World War II വരുന്നത്. ആൻഡ് ലീഗ് ഓഫ് നേഷൻസിന്റെ പല ആക്ടിവിറ്റീസും വലിയ രീതിയിൽ സെക്കൻഡ് വേൾഡ് വാറിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അതിനുള്ളൊരു ഡിവിഷൻസിനൊക്കെ കാരണമായിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ സെക്കൻഡ് വേൾഡ് വാർ വന്നു. ആൻഡ് സെക്കൻഡ് വേൾഡ് വാറിന്റെ റിസൾട്ടന്റ് ആയിട്ടാണ് നമുക്ക് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സെക്കൻഡ് വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് നമുക്ക് ഇനിയൊരു തേർഡ് വേൾഡ് വാർ വരാതിരിക്കാനായിട്ട് അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലോബൽ പീസ് ആൻഡ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ വേണം എന്നുള്ളൊരു ആവശ്യം ഉയർന്നു വരുന്നത്. ഓക്കെ, അത് സെക്കൻഡ് വേൾഡ് വാർ ടൈമിലായിരുന്നു, ആ ഒരു കാലഘട്ടത്തിനിടയിലായിരുന്നു. ഓക്കെ, ആൻഡ് ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ 1945 യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഒഫീഷ്യലി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ നമുക്കറിയാം യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ബോഡിക്ക് താഴെ പല രീതിയിലുള്ള ഓർഗൻസ്, അതിൻ്റെ സ്പെഷ്യൽ ഓർഗൻസ് തന്നെ ഉണ്ട്. 6 പ്രിൻസിപ്പൽ ആയിട്ടുള്ള 6 പ്രിൻസിപ്പൽ ഓർഗൻസ് ഉണ്ട്. പല രീതിയിലുള്ള ഏജൻസീസ്, ഫണ്ട്, പ്രോഗ്രാംസ്, അങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു അംബ്രല്ലയുടെ താഴെ വരുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി 6 പ്രിൻസിപ്പൽ ഓർഗൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ദാറ്റ് ഇസ് ദി യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി, യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ, അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, എക്കോസോക് അഥവാ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, ആൻഡ് ഫൈനലി ദി UN സെക്രട്ടേറിയറ്റ്. ഇങ്ങനെ 6 പ്രിൻസിപ്പൽ ഓർഗൻസ് ഉണ്ട്. ഇത് കൂടാതെ പല ഫണ്ടുകളും പല പ്രോഗ്രാമുകളും UNEP, UNDP അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ യുണൈറ്റഡ് നേഷൻസിന് താഴെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ഫേസ് എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ചാർട്ടർ 1941 അതായിരുന്നു അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്കും UK-ക്കും ഇടയിലുള്ള ഒരു എഗ്രിമെന്റ് ആയിരുന്നു അത്. ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ സൈൻ ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആക്ച്വലി സെക്കൻഡ് വേൾഡ് വാറിലോട്ട് എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം അതിന് മുൻപായിരുന്നു അവർ അറ്റ്ലാന്റിക് ചാർട്ടർ സൈൻ ചെയ്യുന്നത്. അതിനുശേഷം 1942 26 അലീഡ് നേഷൻസും അതിൽ സൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ആദ്യമായിട്ട് ഈ ഒരു പേര് യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്യുന്നത് ഇറ്റ് വാസ് US പ്രസിഡന്റ് ആയിട്ടുള്ള
FD റൂസ്വെൽറ്റ് ആയിരുന്നു. ഓക്കെ, ആൻഡ് ഫൈനലി 1945 എന്ത് ചെയ്യുന്നത്, ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ സാൻ ഫ്രാൻസിസ്കോ കോൺഫറൻസ്, ഗ്ലോബൽ കോൺഫറൻസ് അഥവാ UN കോൺഫറൻസ് ഓൺ ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ ഭാഗമായി UN ചാർട്ടർ ഫോം ചെയ്യുന്നതും യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ബോഡി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതും. ഓക്കെ, അപ്പം അതിന്റെ മേജർ ആയിട്ടുള്ള ഒരു ലക്ഷ്യം അല്ലെങ്കിൽ പ്രൈമറി മാൻഡേറ്റ് എന്ന് പറയുന്നത് പവർ റൈവലറി കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്റർനാഷണൽ പീസ് ആൻഡ് സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട്, ഇനി ഒരു തേർഡ് വേൾഡ് വാർ ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്താനായിട്ട്, ഇതൊക്കെയായിരുന്നു അപ്പം വരുന്ന സമയത്തുള്ള അതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം വർഷങ്ങൾ കഴിഞ്ഞു, 45 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം ഇപ്പം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ, അന്നത്തെ ഒരു ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ സിനേരിയോയും ഇന്നത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ സിനേരിയോയും നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിൽ വിത്ത് റെസ്പെക്ട് ടു പവർ ആവട്ടെ, പ്രോസ്പെരിറ്റി ആവട്ടെ, ഷിഫ്റ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഒറിജിനൽ സിഗ്നേറ്ററീസും ഇപ്പോഴുള്ള ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റീസും എല്ലാം നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് രാജ്യങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ അതേ സിസ്റ്റത്തിലാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിൽ കുറേ അധികം പ്രശ്നങ്ങൾ ഓൾറെഡി ഒരു 2-3 ഡിക്കേഡ് മുൻപ് തന്നെ പല രാജ്യങ്ങളും ഉയർത്തിയിട്ടുള്ളതാണ്. ഓക്കെ, പല രീതിയിലുള്ള ഡോമിനൻസും ആ ഒരു സ്ട്രക്ചറലി യുണൈറ്റഡ് നേഷൻസിൽ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞ്. ഓക്കെ, അപ്പം അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ റിസൾട്ടായിട്ടാണ് യുണൈറ്റഡ് നേഷൻസിന് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളിലും കൃത്യമായിട്ട് ഇടപെടാനായിട്ടോ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ റിസോൾവ് ചെയ്യാനായിട്ടോ പറ്റാതിരിക്കുന്നത്. ഓക്കെ, ഇപ്പം ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി, ഗ്ലോബൽ പീസ് ആൻഡ് ഓർഡർ അല്ലെങ്കിൽ ഗ്ലോബൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഓർഗനൈസേഷൻ ആണ് യുണൈറ്റഡ് നേഷൻസ്. അതാണ് ഇതിന്റെ പ്രൈമറി മാൻഡേറ്റ് ആസ് പെർ ദിസ് UN ചാർട്ടർ. അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് UN ചാർട്ടർ. ഓക്കെ, പക്ഷെ ഇപ്പം 2 വർഷമായിട്ട് റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാസങ്ങളായിട്ട് ഇസ്രയേലും ഹമാസ് എന്ന് പറയുന്ന സംഘടനയും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ യുണൈറ്റഡ് നേഷൻസിന് ഇവിടെ ഒരു സീസ് ഫയർ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഈ ഒരു ബോഡിയുടെ വലിയ രീതിയിലുള്ള ഇൻഎഫിഷ്യൻസിയാണ്, ഫെയിലിയറാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പം ഈയിടെ യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറി ജനറൽ അദ്ദേഹം തന്നെ പറഞ്ഞു, ദർ ഇസ് ആൻ അർജന്റ് നെസസിറ്റി ഫോർ റിഫോംസ് എന്നുള്ളത്. യുണൈറ്റഡ് നേഷൻസിന് കാര്യമായിട്ടുള്ള റിഫോംസ് കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് കൃത്യമായ രീതിയിലുള്ള ഇന്റർവെൻഷൻ നടത്താനായിട്ട് സാധിക്കുക എന്നുള്ളത്. അതിൽ പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ട ഒരു സ്ട്രക്ചറൽ റിഫോംസ് കൊണ്ടുവരേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് എവിടെയാണ്? ഇറ്റ് ഈസ് ഇൻ ദി യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലാണ്. ഓക്കെ, അതൊരു പവർഫുൾ ആയിട്ടുള്ള, നമുക്ക് 6 പ്രിൻസിപ്പൽ ഓർഗൻസ് ഉണ്ടെങ്കിലും യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി എന്ന് പറയുന്നതിലാണ് യൂണിവേഴ്സൽ റെപ്രസെന്റേഷൻ, എല്ലാ രാജ്യങ്ങളിലെയും ഒരു റെപ്രസെന്റേഷൻ ഉള്ളതെങ്കിലും ഏറ്റവും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഇൻക്ലൂസീവ് ആയിട്ടുള്ള ബോഡി UNGA ആണ്. ഓക്കെ, പക്ഷേ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള UN ബോഡി യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലാണ്. ഏറ്റവും പവർഫുൾ, ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പവേഴ്സ് മുഴുവൻ അവരുടെ കയ്യിലാണ്. ഈ യുണൈറ്റഡ് നേഷൻസ് ചാർട്ടർ പ്രകാരം UNന്റെ പ്രൈമറി മാൻഡേറ്റ് ആയിട്ടുള്ള പീസും സ്റ്റെബിലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ലക്ഷ്യം നിറവേറ്റേണ്ട ഉത്തരവാദിത്വം UN സെക്യൂരിറ്റി കൗൺസിലിന് താഴെയാണ് വരുന്നത്. അല്ലെങ്കിൽ ഇക്കണോമിക് സാങ്ഷൻസ് എൻഫോഴ്സ് ചെയ്യാനായിട്ട്, പീസ് കീപ്പിംഗ് ഫോഴ്സസിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, ന്യൂക്ലിയർ ഡിസാർമമെന്റ്, ടെററിസം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതെല്ലാം യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലാണ്. അതിൽ തന്നെ 15 മെമ്പേഴ്സാണ് മൊത്തത്തിലുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് P5 മെമ്പേഴ്സ് എന്ന് പറയുന്ന പെർമനന്റ് 5 മെമ്പേഴ്സ് ആണ്. ഓക്കെ, അതാണ് നമ്മുടെ US, UK, ഫ്രാൻസ്, റഷ്യ ആൻഡ് ചൈന. ഇത് കൂടാതെ 10 നോൺ പെർമനന്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടാവും. അവർ 1 and 2 years ആണ് സെലക്ട് ചെയ്യപ്പെടുന്നത് റൊട്ടേഷണൽ ബേസിസിൽ. ജോഗ്രഫിക്കൽ ഏരിയാസിന്റെ ഒരു റെപ്രസെന്റേഷൻ എന്നോണമാണ് ഈ 10 മെമ്പേഴ്സിനെ ചൂസ് ചെയ്യാറുള്ളത്. ഇന്ത്യയും 8 തവണ ഈ ഒരു നോൺ പെർമനന്റ് മെമ്പറായിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു P5 മെമ്പേഴ്സിന്റെ വീറ്റോ പവർ കാരണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, കൃത്യമായിട്ട് ഒരു കാര്യവും ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല വിത്ത് റെസ്പെക്ട് ടു പീസ് ആൻഡ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. ഇതാണ് ഈ ഒരു UN ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സ്ട്രക്ചറൽ ഫ്ലോ എന്നുള്ളതാണ് ഓദർ ഇവിടെ പറയുന്നത്. ഓക്കെ, മാത്രമല്ല നമ്മളിപ്പം ഈ ഒരു P5 മെമ്പേഴ്സിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ കൃത്യമായിട്ടുള്ള ഇപ്പം ഒരു ജോഗ്രഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഒന്നും കാണാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അതായത് ഇപ്പം പല കോണ്ടിനെന്റ്, സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, ഇവർക്കൊന്നും ഒരു റെപ്രസെൻറ്റേഷനേ ഇവിടെ ഇല്ല. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കുറേ അധികം പ്രശ്നങ്ങൾ UNSCക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം കൃത്യമായിട്ട് ഒരു ഇന്റർവെൻഷനും യുണൈറ്റഡ് നേഷൻസിന് അത് കാരണം കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. അതിന്റെ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയും, എത്ര തവണയാണ് ഇപ്പം റഷ്യ ഉക്രൈൻ വാറുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് റെസൊല്യൂഷൻ കൊണ്ടുവന്നാലും റഷ്യ തന്നെ എന്ത് ചെയ്യുന്നു, അത് വീറ്റോ ചെയ്യുന്നു. സിമിലർലി ഇപ്പം ഇസ്രായേൽ ഹമാസ് വാർ സീസ് ഫയറോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് റെസൊല്യൂഷൻ കൊണ്ടുവരുമ്പോഴും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ത് ചെയ്യുന്നു, വീറ്റോ ചെയ്യുന്നു. അപ്പം ഈ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് യുണൈറ്റഡ് നേഷൻസിന്റെ കേസാണ്.
ഇനി നമ്മളിപ്പം എന്താ പറയുക IMFന്റെ കാര്യം അല്ലെങ്കിൽ ഇപ്പം വേൾഡ് ബാങ്കിന്റെ കാര്യം. ഓക്കെ, IMF, വേൾഡ് ബാങ്ക് അല്ലെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ പ്രിഡിസിസർ എന്ന് പറയുന്നത് GATT ആയിരുന്നു. ദാറ്റ് ഈസ് ദി ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ്സ് ആൻഡ് ട്രേഡ്. അതാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 WTO ആയിട്ട് മാറുന്നത്. ഇത് വേൾഡ് ട്രേഡിനെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ആയിട്ട് വേൾഡ് ട്രേഡിനെ റെഗുലേറ്റ് ചെയ്യുന്ന ബോഡിയാണ്. ദെൻ ബ്രിട്ടൻ വുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1944 ജൂലൈയിൽ ന്യൂ ഹാംഷെയറിലെ അവിടെ ഒരു കോൺഫറൻസ് നടന്നിരുന്നു. ബ്രെട്ടൻ വുഡ്സ് എന്ന് പറയുന്ന ഹോട്ടലിൽ കോൺഫറൻസ് അറ്റ് ബ്രെട്ടൻ വുഡ്സ്. അതാണ് ബ്രെട്ടൻ വുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഥവാ IMF ആൻഡ് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആയി മാറുന്നത്. ദാറ്റ് ഈസ് IBRD ആണ് ഇന്നത്തെ വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഈ ഒരു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസിന്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഓഥർ പറയുന്നത്. ഓക്കെ, കാരണം നമ്മൾ യുണൈറ്റഡ് നേഷൻസിൽ സ്ട്രക്ചറലി ഉള്ള ഒരു ഫ്ലോ ആണ് കണ്ടിരുന്നെങ്കിൽ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ദി വോട്ടിംഗ് സ്ട്രക്ചർ, റോൾ ഓഫ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവരുടെ വോട്ടിംഗ് ഷെയർ, അതിലുള്ള പല രാജ്യങ്ങളുടെ ഡോമിനൻസ്, എസ്പെഷ്യലി വെസ്റ്റേൺ നേഷൻസിൻ്റെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കൻ്റെ ഒക്കെ ഡോമിനൻസ് ആണ് ഈ ഒരു ഓർഗനൈസേഷൻസിൽ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് ഓഥർ എടുത്ത് കാണിക്കുന്നത്. ഓക്കെ, സോ ഓവറോൾ ദ UN സിസ്റ്റം അത് കുറേ അധികം ഇന്റർനാഷണൽ ട്രീറ്റീസിന്റെ ബേസിസിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇന്റർനാഷണൽ ലോ അല്ലെങ്കിൽ അതിന്റെ പ്രൈമറി മാൻഡേറ്റ് എല്ലാം നമുക്ക് ഓർക്കാം. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു ഒറിജിനൽ സിഗ്നേറ്ററീസിനെ ഫേവർ ചെയ്യുന്ന രീതിയിൽ തോന്നാം. ആൻഡ് UNSCയുടെ ഫംഗ്ഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു അവരുടെ വീറ്റോ പവറുടെ ഉപയോഗം, എസ്പെഷ്യലി ദ P5 കൺട്രീസിന്റെ വീറ്റോ പവറുടെ ഉപയോഗം എന്ന് പറയുന്നത് വളരെ അൺഫെയറിംഗ് ആയിട്ട് മാറ്റുന്നു അല്ലെങ്കിൽ ഒരു അൺഈക്വൽ ആയിട്ടുള്ള ഒരു സർക്കംസ്റ്റാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഓഥർ പറയുന്നത്. ഓക്കെ, പക്ഷേ ഡീകോളനൈസേഷൻ, കോൾഡ് വാറിന്റെ ടൈം, അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയന്റെ ഡിസിൻറ്റഗ്രേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല രീതിയിലുള്ള ചാലഞ്ചസും കൊണ്ടുവന്നിരുന്നു. ഓക്കെ, അതെല്ലാം കഴിഞ്ഞ് ഇപ്പോഴത്തെ ഒരു സിനേറിയോ നമ്മൾ എടുക്കാം. അപ്പം പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ഒരു ഇന്റർവെൻഷൻ യുണൈറ്റഡ് നേഷൻസിന്റെ ഭാഗത്തു നിന്നും എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ദിസ് ബ്രിട്ടൻ വുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവിടെയുള്ള വളരെ അൺഫെയറിംഗ് ആയിട്ടുള്ള അൺഈക്വൽ ആയിട്ടുള്ള വോട്ടിംഗ് സ്ട്രക്ചേഴ്സ് ആ ഒരു കാലഘട്ടത്തിലെ പോലെയല്ല. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ വളരെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് ഇരുന്ന രാജ്യങ്ങൾ ഇപ്പം എമേർജിംഗ് ആയിട്ടുള്ള ഇക്കോണമീസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സും വലിയ രീതിയിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ വോട്ടിംഗ് ഷെയറിൽ ആ ഒരു ഇൻക്രീസ് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് എമേർജിംഗ് ഇക്കോണമീസ് കംപ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോഴും ആ ഒരു ബ്രിട്ടൻ വുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പല വെസ്റ്റേൺ നേഷൻസിനെയും യൂറോപ്യൻ നേഷൻസിനെയും USA ഒക്കെ കൂടുതൽ അവർക്കൊരു ഡോമിനൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം വേൾഡ് ബാങ്കിന്റെ കേസ് നോക്കുകയാണെങ്കിൽ എപ്പോഴും US ബാക്ക് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. US-നാണ് ഒരു ലയൺ ഷെയർ പവർ വേൾഡ് ബാങ്കിൽ നമുക്ക് എപ്പോഴും കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, യൂറോപ്യൻ അലീസും എല്ലാം US-നായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് വിത്ത് റെസ്പെക്ട് ടു IMF നമ്മൾ നോക്കുകയാണെങ്കിലും അവിടുത്തെ ഒരു ചെയർമാൻ എന്ന് പറയുന്നതും വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രികളിൽ നിന്ന് വരുന്ന ഒരു ആൾ തന്നെയായിരിക്കും. അപ്പം ഇവിടങ്ങളിലെല്ലാം പല രീതിയിൽ ഡെവലപ്പിംഗ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് നേഷൻസിന് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ് ഓഥർ പറയുന്നത്. ഓക്കെ, ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ചൈന നമ്മൾ നോക്കുമ്പം പല രീതിയിലുള്ള ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അവരും എപ്പോഴും ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള പൊസിഷനാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് വിത്ത് റെസ്പെക്ട് ടു അതർ നേഷൻസ് അല്ലെങ്കിൽ ഗ്ലോബൽ സൗത്ത് നേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു ഡെവലപ്പിംഗ് നേഷൻസ് എപ്പോഴും നെഗ്ലക്റ്റ് മാത്രം നേരിട്ടുകൊണ്ടിരുന്ന ഈ രാജ്യങ്ങൾ പല രീതിയിലുള്ള ഒരു ഇന്റർവെൻഷൻ ഇങ്ങനെയുള്ള ഇന്റർനാഷണൽ ബോഡീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലുള്ള വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ ആയിരുന്നു നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയുടെയൊക്കെ നേതൃത്വത്തിൽ വന്നിട്ടുള്ളതാണ് ഒരു തേർഡ് പാത്ത് കൊണ്ടുവരിക എന്നുള്ളത്, ഏതൊരു പവർ ബ്ലോക്കിനോടൊപ്പം പോവാതെ ഡ്യൂറിങ് ദി കോൾഡ് വാർ ടൈം. പക്ഷെ അതും കാര്യമായിട്ട് നമുക്ക് ഒരു അടുത്ത ലെവലിലോട്ട് പോകാനായിട്ട് സാധിച്ചില്ല. ബിക്കോസ് ഡ്യൂറിങ് ദി 1962 വാർ അതിനുശേഷം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം ഇതിൻ്റെയൊക്കെ റിസൾട്ടായിട്ട് നമുക്ക് ഈ ഒരു സംഭവം നോൺ അലൈൻ മൂവ്മെന്റ് കൃത്യമായിട്ട് നടന്നില്ല എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു ഇന്റർവെൻഷനാണ് G77 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിംഗ്. ഓക്കെ, സോ അവിടെ ട്രേഡ് നെഗോസിയേഷൻസ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസിൻ്റെ ഒക്കെ വലിയ രീതിയിലുള്ള വളരെ ബയസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് വരുന്നത്. പക്ഷെ അതിലും കുറേ അധികം 130 പരം രാജ്യങ്ങൾ ഇതിൽ മെമ്പേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാം ചെറിയ ചെറിയ കൂടുതൽ ഡോമിനൻസ് പവേഴ്സ് ഒന്നും ഇല്ലാത്ത രാജ്യങ്ങളാണ്. അപ്പം ഇതിനും കുറേ അധികം ഷോർട്ട് കമ്മിങ്സ് ഉണ്ടായിരുന്നു. അതിനും സക്സസ്ഫുൾ ആയിട്ട് ഒരു നെഗോസിയേഷനിലോട്ടൊന്നും എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്.
ഓക്കെ, അപ്പം ഇങ്ങനെ പല രീതിയിലുള്ള ഇന്റർവെൻഷൻസ് എന്താ പറയുക പല രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ G4 എന്ന് പറയുന്ന ഒരു ഇന്റർവെൻഷൻ ഉണ്ടായിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫോർ ദി യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലോട്ടുള്ള എൻട്രിക്ക് വേണ്ടി, പെർമനന്റ് ആയിട്ടുള്ള മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് ഇന്ത്യ, ജപ്പാൻ, ബ്രസീൽ, ജർമ്മനി, ഈ 4 രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പിംഗ് ആണ് G4 നേഷൻസ് എന്ന് പറയുന്നത്. യുണൈറ്റഡ് നേഷൻസ് റിഫോംസ് ആണ് അവരുടെ പ്രൈമറി മാൻഡേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ പല രീതിയിലുള്ള ഓൾട്ടർനേറ്റീവ്സ് കൊണ്ടുവന്നു, പക്ഷെ ഒന്നിനും കൃത്യമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നമുക്കിവിടെ കൃത്യമായിട്ട് ആവശ്യമുള്ളത് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസിന്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള IMF, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസ്, വേൾഡ് ബാങ്ക്, ഇതിന്റെ എല്ലാം കൃത്യമായിട്ടുള്ള റിഫോംസ് ആണ് ഇപ്പം ആവശ്യമായിട്ടുള്ളത് എന്നാണ് ഓതർ പറയുന്നത്. ഓക്കെ, സോ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള പല ബ്ലോസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു COVID-19 കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിനുശേഷം റഷ്യയുടെ ഇൻവേഷൻ ഓവർ ഉക്രൈൻ, അതിനുശേഷം ഏറ്റവും റീസെന്റ് ആയിട്ട് ദ വാർ വിച്ച് ഇസ് ഹാപ്പനിങ് ഇൻ ഗാസ, ഇവിടങ്ങളിലൊന്നും കൃത്യമായിട്ട് നമുക്ക് അതായത് യുണൈറ്റഡ് നേഷൻസിന് ഇന്റർവീൻ ചെയ്യാനായിട്ടോ ഒരു റിസൊല്യൂഷൻ കൊണ്ടുവരാനായിട്ടോ സീസ് ഫയർ കൊണ്ടുവരാനായിട്ട് പോലും സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള പ്രശ്നമാണ്. ഓക്കെ, കാരണം ഇത് എന്തിനു വേണ്ടിയാണോ സ്ഥാപിച്ചത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്, ആ ഒരു ലക്ഷ്യം കൂടി ഇവർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പം അത് അവരുടെ എഫക്റ്റീവ്നെസ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പം യുണൈറ്റഡ് നേഷൻസിന്റെ തന്നെ സെക്രട്ടറി ജനറൽ അദ്ദേഹം ഈയിടെ പറഞ്ഞിരുന്നു, നമുക്ക് നീഡ് ഓഫ് ദി ആർ എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിനുള്ള സ്ട്രക്ചറൽ ആയിട്ടുള്ള റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം പ്രസന്റ് ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റുകൾ എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് പോലുള്ള പല ഇന്റർനാഷണൽ ബോഡീസിന്റെയും ബേസിക് ഫൗണ്ടേഷണൽ സ്ട്രക്ചർ, അതിന്റെ തന്നെ ഒരു അനാലിസിസ്, അതിന്റെ തന്നെ ഒരു എന്താ പറയാ ആ ഒരു കമ്മിറ്റ്മെന്റ് അവർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ടെസ്റ്റ് ആയിട്ടാണ് ഓതർ പറയുന്നത്. ഓക്കെ, ഇപ്പം പല രീതിയിലുള്ള ഇന്റർവെൻഷൻസ് ഇങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിലും ഒന്നും ഒരു എന്താ പറയുക സക്സസ്ഫുൾ ആയിട്ട് മാറിയിട്ടില്ല. ഇപ്പോഴും ഈ ഒരു ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് നേഷൻസിനിടയിൽ, ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് നേഷൻസിനിടയിൽ വലിയ രീതിയിലുള്ള ഡിവൈഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ സൗത്തിനെ വലിയ രീതിയിൽ നെഗ്ലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു സിനേറിയോ ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഈ ഒരു ഗ്ലോബൽ സിനേറിയോയുടെ ആംഗിളിൽ വെച്ച് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിന് വളരെ പെട്ടെന്ന് തന്നെ പല രീതിയിലുള്ള റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ.